എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ കരീബു അവനാണെങ്കിൽ ബ്ലാക്ക് ബിയർഡിന്റെ അസിസ്റ്റൻസിനെ കണ്ട് ഷോക്ക് ആവുകയാണ്. അവന്റെ ഏറ്റവും വലിയ ജീവിതാഭിലാഷം അത് ബ്ലാക്ക് ബിയർഡിന്റെ അസിസ്റ്റന്റായി തീരുക എന്നതാണ്. അവനാണെങ്കിൽ ആ കാര്യം ഇപ്പൊ അവരോട് പറയും. അവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവനാണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ നിങ്ങൾ ബ്ലാക്ക് ബിയർഡിന്റെ അടുത്തേക്ക് എത്തിക്കണം. നിങ്ങൾ എന്നെ ബ്ലാക്ക് ബിയർഡിന്റെ അടുത്തേക്ക് എത്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തിച്ചതിൽ അദ്ദേഹം നിങ്ങളെ അഭിനന്ദിക്കും. കാരണം ഞാൻ അത്രയധികം പവർഫുള്ളായ അത്രയധികം വെർത്തായിട്ടുള്ള ഒരാളാണ്. എന്നിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബെനിഫിറ്റ് മാത്രമേ ഉണ്ടാവൂ. ഞാൻ എന്താണെന്നോ ആരാണെന്നും സത്യത്തിൽ നിങ്ങൾക്ക് അറിയില്ല. അതാണ് നിങ്ങൾ ഇപ്പോഴും സംശയിച്ച് നിൽക്കുന്നത്. അവർക്കാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. കാരണം ബ്ലാക്ക് ബിയർഡിന്റെ വലിയൊരു ഫാനാണ്. ബ്ലാക്ക് ബിയർഡിനെ ഒന്ന് കാണുന്ന റിക്വസ്റ്റ് ചെയ്യായിരുന്നെങ്കിൽ അവർക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇവൻ അവരെ കഴിഞ്ഞും വലിയ സംഭവമാണെന്നും ഇവനെ ബ്ലാക്ക് ബിയർഡിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന ബ്ലാക്ക് ബിയർഡ് പോലും അവരെ പ്രശംസിക്കുമെന്ന് കേട്ടപ്പോൾ അവർക്ക് ഒരുപാട് ദേഷ്യം തോന്നും. അവൻ കിസറു അവനൊരു യൂസ്ലെസ് ആണ്, SP ആണെന്ന് പറഞ്ഞ് അവർ ഗണ്ണൊക്കെ പോയിന്റ് ചെയ്ത് ഇപ്പോൾ അവനെ വെട്ടിവെക്കാനായിട്ട് റെഡിയാവും. അതുകൊണ്ട് കിസറു ആണെങ്കിൽ ഷോക്കായിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ അറ്റാക്ക് ചെയ്യരുത്. അവർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഇതൊരു നേവിയുടെ ഐലാൻഡാണ്. ഒരു പൈലറ്റായി ഇവനെങ്ങനെ ഇവിടേക്ക് എത്തിയും ചിന്തിക്കും. അത് കേട്ട് അവനാണെങ്കിൽ വിളിച്ചു പറയും, ഞാൻ ഇവിടേക്ക് എത്തിയത് ചില പ്രത്യേക കാരണങ്ങളാലാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ബ്ലാക്ക് ബിയർഡിന് അസിസ്റ്റന്റായി വർക്ക് ചെയ്യുക എന്നതാണ്. അത് എന്നെപ്പോലെ തന്നെ ബ്ലാക്ക് ബിയർഡിനും വലിയ മെച്ചം മാത്രമേ ഉണ്ടാവൂ. നിങ്ങൾ എന്നെ ഇപ്പോൾ ഇവിടെ കൊന്നു കളഞ്ഞ ഈ കാര്യം അറിയുന്ന ബ്ലാക്ക് ബിയർഡ് ആദ്യം പണിഷ് ചെയ്യാൻ നിങ്ങളെ ആയിരിക്കും. അവർക്കാണെങ്കിൽ വീണ്ടും അവരുടെ ദേഷ്യം അത് 10 മടങ്ങായി മാറും. കാരണം ഒരാൾ രക്ഷപ്പെടാനായിട്ട് പറയുന്ന എക്സ്ക്യൂസ് പോലെയാണ് അവൻ സംസാരിക്കുന്നത്. അതിന് അവൻ പറയും, ബ്ലാക്ക് ബിയർഡിന് ആവശ്യമായിട്ടുള്ള ഒരു വലിയ ഇൻഫർമേഷൻ അത് എൻ്റെ പക്കലുണ്ട്. സോ എന്നെ കൊന്നു കളഞ്ഞാൽ ഒരിക്കലും ബ്ലാക്ക് ബിയർഡ് അത് അറിയില്ല. എന്നെ കൊന്നുവെന്ന് ബ്ലാക്ക് ബിയർഡ് അറിഞ്ഞ അദ്ദേഹം ഉറപ്പായും നിങ്ങളെ പണിഷ് ചെയ്യുമെന്ന് പറഞ്ഞ് അത്രയും നേരവും സാഡായിട്ട് ഭാവമൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന കിസറു അവൻ പതിയെ ഇപ്പൊ ടെററായിട്ട് ലുക്ക് വിടുകയാണ്. അറിയാവുന്ന രഹസ്യം അത് മറ്റൊന്നുമല്ല, ആൻഷ്യൻ വെപ്പൻസ് അതെവിടെയാണെന്നും എന്താണെന്നുമാണ്. ഒന്ന് ഫിഷ്മാൻ ഐലാൻഡിലുള്ള നമ്മുടെ ഷിറഗോഷി, രണ്ടാമത്തേത് വാനോ കിൻഡത്തിലുള്ള ആ പ്ലൂട്ടോൺ. ആക്ച്വലി ഈ രഹസ്യം അറിയാവുന്നത് രണ്ട് പേർക്ക് മാത്രമാണ്. ഒന്ന് ലൂഫിക്കും, രണ്ടാമത് ഈ കരീബോനും. കാരണം ലൂഫിയോടൊപ്പം അവൻ ഇവിടെ എല്ലാം പോയിട്ടുണ്ട്. കരീബോനാണെങ്കിൽ ഒറ്റയ്ക്ക് ഈ ഇൻഫർമേഷൻ ഉപയോഗിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ബ്ലാക്ക് ബിയർഡിന്റെ കൂടെ നിന്നുകൊണ്ട് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്ത് അവന്റെ ആഗ്രഹമായിട്ടുള്ള ബ്ലാക്ക് ബിയർഡിന്റെ അസിസ്റ്റന്റായി മാറുക എന്ന ഒരു കുറുക്ക് വഴിയിലേക്ക് അവൻ എത്തിയത്. പിന്നെ അവരാണെങ്കിൽ ആ ഇൻഫർമേഷൻ എന്താണെന്ന് ചോദിക്കും. അതിന് കരീബു പറയും, നിങ്ങളോട് അതെനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഉറപ്പായാലും ഞാനത് ബ്ലാക്ക് ബിയർഡിനോട് മാത്രമേ പറയൂ. അതിലൂടെ നിങ്ങൾക്കും ബ്ലാക്ക് ബിയർഡിനും എല്ലാവർക്കും പോസിറ്റീവായിട്ടുള്ള കാര്യം മാത്രമേ സംഭവിക്കൂ. നിങ്ങൾക്ക് ഒരുപാട് പ്രശംസയും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ലഭിക്കും. അത് കേട്ട് ഇപ്പോൾ അവർ കരീബ് വിശ്വസിക്കുകയാണ്. കട്ട് ചെയ്ത ആ പാസിഫെസ്റ്റേഴ്സിനെ കാണിക്കും. അവരാണെങ്കിൽ നേവിയുടെ കപ്പലിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നേവിക്കാരാണെങ്കിൽ തിരികെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ ആ ഒരു യുദ്ധം അത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വാശിയോടുകൂടെ പോയിക്കൊണ്ടേയിരിക്കും. ഈ അഡ്മിറലാണെങ്കിൽ ചുറ്റും നോക്കും. പാസിഫിസ്റ്റേഴ്സിന്റെ അറ്റാക്കിൽ ഇപ്പൊ നേവിക്കാരുടെ കപ്പലുകളെല്ലാം തകരുകയാണ്. സോ അതുകൊണ്ട് തന്നെ കപ്പലുകളോട് ദൂരേക്ക് മൂവ് ചെയ്യാനായിട്ട് പറയും. ആദ്യം ആ പാസിഫിസ്റ്റേഴ്സിനെ തകർക്കണം. അവറ്റകളെ തകർക്കാതെ ഒരിക്കലും നേവിക്കാർക്ക് അകത്തേക്ക് പോകാനോ നമ്മുടെ ആൾക്കാരെ പിടിക്കാനോ ഒന്നും തന്നെ സാധിക്കില്ല. പാസിഫിസ്റ്റേഴ്സിന്റെയും നമ്മുടെ ആൾക്കാരുടെ എല്ലാവരുടെയും മുൻപിൽ തോൽക്കുന്നത് അത് നേവി കേൾക്കുന്ന വലിയൊരു കനത്ത അടി തന്നെയാണ്. സോ എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് അവർ കാര്യമായിട്ട് പ്ലാൻ ചെയ്യും. പാസിഫിസ്റ്റേഴ്സുകളെ ക്രിയേറ്റ് ചെയ്തത് നേവിക്ക് വേണ്ടിയാണ്. സോ അതേ പാസിഫിസ്റ്റുകൾ തന്നെ ഇപ്പൊ നേവിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇതൊരു വലിയ അപമാനമാണ്. ആദ്യം ജ്വല്ലറി ബോണിയെ ഇല്ലാതാക്കണം. സോ ഡോബർമാൻ ആണെങ്കിൽ ജ്വല്ലറി ബോണിയെ ഇല്ലാതാക്കാനായിട്ട് ഒരു പറ്റം സോൾജിയേഴ്സിനെ അവളുടെ നേർക്ക് അയക്കും. ബാക്കിയുള്ളവരെ കൊണ്ട് എങ്ങനെയെങ്കിലും പാസിഫിസ്റ്റേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിപ്പിക്കും. ഈ ടീംസ് ആണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരുന്ന കണ്ട അറ്റ്ലസ് അവന് ഷൂവിന്റെ പവർ ഉപയോഗിച്ച് മുകളിലേക്ക് ഫ്ലൈ ചെയ്യും. ഉടനെ ഫ്രാങ്കിയും അതേ പവർ ഉപയോഗിച്ച് മുകളിലേക്ക് പറക്കുകയാണ്. ആ ഒരു ഷൂവിന്റെ സ്പീഡ് അത് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഫ്രാങ്കിക്ക് അത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അവൻ കൺട്രോൾ നഷ്ടപ്പെട്ട് അങ്ങനെ എയറിൽ പറന്നു നടക്കും. ഫ്രാങ്കിയാണെങ്കിൽ മരങ്ങളുടെ ഇടയിലൂടെയൊക്കെ പോയി ഒരു വിധത്തിൽ അത് കൺട്രോൾ ചെയ്യാണ്. ആ സമയം അഡ്മിറൽ ടോസ അവനാണെങ്കിൽ ചാടി വന്ന് 10 ഫിംഗർ പഞ്ച് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. പക്ഷെ അടുത്ത നിമിഷം വലിയൊരു ആക്സ് വന്ന് അവന്റെ ദേഹത്ത് പതിക്കും. അത് ചെയ്തത് മറ്റാരുമല്ല, പ്രോഹിയും ജ്വല്ലറി പെണ്ണും ഫ്രാങ്കിയും. രണ്ടുപേരും ഇതുവരെയായിട്ട് ഈ ജയൻസുകളെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫ്രാങ്കി ആണെങ്കിൽ ടെൻഷനായി ഈ അറ്റ്ലസിനോട് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് പറയും. ബ്രോഹി ആണെങ്കിൽ ഫ്രാങ്കിയോടും ടീമിനോടും നിങ്ങൾ ആരാണ്, ഈ ലാബിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ആണോ എന്ന് ചോദിക്കും. ഞങ്ങൾക്ക് കാണേണ്ടത് ലൂഫിയാണ്, അവനെ കാണാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അതിന് ഫ്രാങ്കി പറയും, ലൂഫി ഞങ്ങളുടെ ടീം ഹെഡാണ്. ലൂഫി നിങ്ങളുമായിട്ട് എന്താണ് പ്രശ്നം? ടീമും ആണെങ്കിൽ അത് കേട്ട് ഞെട്ടുകയാണ്. ഞങ്ങളും അവനും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. അവനെ ഹെൽപ്പ് ചെയ്യാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഞങ്ങൾ എൽബോ ഫാരിയേഴ്സ് ആണ്. ലൂഫിയോട് ഞങ്ങൾക്ക് തീർത്താൽ തീരാത്ത കടമുണ്ട്. അതെങ്ങനെയെങ്കിലും വീട്ടാനാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. അവരെ രക്ഷിക്കാനും കൂടെ നിൽക്കാനുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് കേട്ട് നമ്മുടെ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം. ബോണിയാണെങ്കിൽ വിളിച്ചു പറയും,
ലൂഫിയും ഡോക്ടർ വേഗോഫ് പങ്കും അങ്ങനെ എല്ലാവരും ഉള്ളത് ഐലാൻഡിന്റെ സെൻട്രൽ ഭാഗത്താണ്. അവരിപ്പോൾ വലിയ പ്രശ്നത്തിലാണ്. നിങ്ങൾക്ക് അവരെ സേവ് ചെയ്യാൻ കഴിയോ? അതിന് ബ്രോഹിയും ആണെങ്കിൽ അവന്റെ ടീംമേറ്റ്സിനെ എല്ലാവരെയും അവിടേക്ക് വിളിക്കും. ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ആ വില്ലന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സിനെ സേവ് ചെയ്യും. ജയൻസ് ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരും. നിങ്ങളെയും ഞങ്ങൾ തീർച്ചയായിട്ടും രക്ഷിക്കും. നിങ്ങളെ കപ്പലിലേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞ് അവരെ സേഫ് ആക്കി കപ്പലിലേക്ക് കയറ്റുകയാണ്. ാണെങ്കിൽ അപ്പോഴായിരിക്കും ഉസോപ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മ വരിക. ഉസോപ്പ് പറഞ്ഞ ആ ജയൻസ് അവരിവരാണ്. അവൻ ദൈവത്തെ പോലെ കാണുന്ന ആ ജയൻസ് ആണ് ഇപ്പൊ അവരെ സഹായിക്കാൻ അവിടേക്ക് എത്തിയത്. ഫ്രാങ്കി ആണെങ്കിൽ കാതോർക്കും ആ നേവി അഡ്മിറലിന്റെ ശബ്ദം ഇപ്പൊ കേൾക്കാനില്ല. ആ ഒരു അഡ്മിറലാണ് വിളിച്ചു പറഞ്ഞത് എല്ലാവരെയും തകർക്കാനായിട്ട് ഐലാൻഡിലേക്ക് വരുമെന്ന്. അവന്റെ ശബ്ദം അവിടെ എവിടെയും കേൾക്കുന്നില്ല. ഒരിക്കൽ അവർ ജയൻസിനെ കണ്ട് ദൂരേക്ക് മാറിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അവന്റെ കഥ അതാരെങ്കിലും കഴിച്ചിട്ടുണ്ടാവാം. കട്ട് ചെയ്ത ബോംസ് അഡ്മിറലിനെ കാണിക്കും. അവനാണെങ്കിൽ അവന്റെ ജിറാഫിന്റെ മുകളിൽ കയറി മുൻപോട്ടേക്ക് പോവാണ്. അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ചുന്ദരി പെണ്ണും. അവളാണെങ്കിൽ എയർവാക്ക് ചെയ്തു വന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ്. ആ ജയൻസിന്റെ കപ്പലുകളുള്ളത് നോർത്ത് ഈസ്റ്റ് സൈഡിലാണ്. അവരുടെ പവർ വളരെ വലുതാണ്. സൂക്ഷിച്ചു വേണം അവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ. ഇവരിലാണെങ്കിൽ അത് കേട്ട് അത്ഭുതപ്പെടും. നിനക്കിതിനു മുമ്പ് ജയൻസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിനവള് പറയും, വർഷങ്ങൾക്ക് മുൻപ് എന്റെ ബോസ് ഒരു ജയന്റ് ആയിരുന്നു. അവളുടെ അഡ്മിറല് അതൊരു ജയന്റ് ആയിരുന്നു. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ ഇപ്പൊ സേഫായി കപ്പലിനെ ലക്ഷ്യമാക്കി പോവാണ്. മറ്റൊരു ഭാഗത്ത് ഡോക്ടർ വേഗോഫ് പങ്ക് ആള് ചോര തുളുമ്പി 2 മിനിറ്റും മരണത്തോട് മല്ലടിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആളുടെ ഹാർട്ട് ബീറ്റ്സും കാര്യങ്ങളും എല്ലാം തന്നെ ഇപ്പൊ ലാബിൽ അങ്ങനെ കാണിച്ചു കൊണ്ടേയിരിക്കും. മറ്റൊരു ഭാഗത്ത് ആ എൽഡർ ആളാണെങ്കിൽ ഒരുപാട് അറ്റാക്ക് കിട്ടിയിട്ടും ഇപ്പൊ വീണ്ടും ആളുടെ ഫുൾ പവർ എടുത്ത് ഒരു മോൺസ്റ്ററായി മാറുകയാണ്. ഇവിടെ ലൂഫി ആണെങ്കിൽ ഡോക്ടർ വേഗോഫ് പങ്കിന്റെ കൈപിടിച്ച് പറയും, നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണം. അതിൽ ഡോക്ടർ പറയും, പ്ലീസ് ദയവ് ചെയ്ത് എന്റെ ബോഡി ഷേക്ക് ചെയ്യരുത്. എന്റെ ബോഡി ഷേക്കായാൽ കൂടുതൽ ബ്ലഡ് ഫ്ലോ ഉണ്ടായി ഞാൻ സ്പോട്ടിൽ മരണപ്പെടും. എന്റെ അവസാനത്തെ ആഗ്രഹം ജ്വല്ലറി ബോണിയെ കണ്ട് എങ്ങനെയെങ്കിലും അവളെ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ആ ഒരു പാസിഫിസ്റ്റേഴ്സിന്റെ എല്ലാം അതോറിറ്റി അത് അവളാണ്. അവളൊരു അല്പം എൽഡർ ആയതിനു ശേഷം അത് അവളോട് പറയണമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പൊ അതെനിക്ക് അവളോട് പറഞ്ഞേ പറ്റൂ. കട്ട് ചെയ്ത ഇവിടെ ആ എൽഡറും കിസറും അവരാണെങ്കിൽ കൂടുതൽ പവറുമായിട്ട് നമ്മുടെ ആൾക്കാരെ നശിപ്പിക്കാനായിട്ട് അവിടേക്ക് വന്ന് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സാഞ്ചി ആണെങ്കിൽ അവർക്കെതിരെ വന്ന് നിൽക്കും. ഞങ്ങൾക്ക് തിരികെ പോകണം. നിങ്ങളുടെ വഴിയിൽ നിന്ന് മാറി നിൽക്കണം. അതിനായി എൽഡറും കിസറും അവരൊറ്റ സ്വരത്തിൽ പറയും, നിങ്ങൾ ആരും ഇവിടുന്ന് എവിടേക്കും പോകാൻ പോകുന്നില്ല. നിങ്ങളുടെ അവസാനം അത് ഇവിടെ വെച്ചാണ്. സാഞ്ചി ആണെങ്കിൽ ആ എൽഡറിനെ ആളെ കളിയാക്കുകയാണ്. അത് കേട്ട് കൺട്രോൾ പോയ എൽഡർ ആണെങ്കിൽ ആളുടെ ടെൻഡിക്കിൾസ് പോലത്തെ കൈ അതുപയോഗിച്ച് ഒരു മരത്തിലേക്ക് പോയിസൺ അങ്ങനെ കയറ്റി വിടും. ആ മരം അങ്ങനെ കരിഞ്ഞില്ലാതാവും. എന്നിട്ട് ആ ടെൻഡിക്കിൾസ് ഇപ്പൊ ലൂഫിക്ക് നേരെ നീട്ടുകയാണ്. ലൂഫി ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് അവിടുന്ന് തെന്നി മാറും. സാഞ്ചി ആണെങ്കിൽ ഡോക്ടർ വേഗോഫ് പങ്കിനെ ഉയർത്തിയെടുക്കുകയാണ്. ഡോക്ടർ ആണെങ്കിൽ ഓൾറെഡി ആളുടെ ബോഡി അതൊരു ഇഞ്ച് പോലും അനക്കാൻ പാടില്ല എന്ന് പറഞ്ഞതാണ്. ആ കാര്യങ്ങൾ അറിയാതെയാണ് സാഞ്ചി ഇപ്പോൾ ഡോക്ടറിനെ ഉയർത്തിയെടുത്തത്. ലൂഫി ആണെങ്കിൽ ആ എൽഡറിനെ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. നിനക്ക് അറ്റാക്ക് ചെയ്യേണ്ടത് എന്നെയല്ലേ, ഞാൻ അതിന് തയ്യാറാണെന്ന് പറഞ്ഞ് അവനെ നോക്കി കോക്കറി കാണിക്കും. ആ ഗ്യാപ്പില് സാഞ്ചി ആണെങ്കിൽ ഡോക്ടർ വേഗോഫ് പങ്കുമായിട്ട് ചാടി ഓടുകയാണ്. അടുത്ത നിമിഷം കിസർ വന്ന് അവരെ അറ്റാക്ക് ചെയ്യും. ഡോക്ടർ വേഗോഫ് പങ്ക് തെറിച്ചു പോവും. ആളെ ബീം വെച്ച് ആഞ്ഞൊരടി. ആ ഒരു അടിയിൽ ആളുടെ നെഞ്ചിൽ തന്നെ ഒരു ദ്വാരം ഉണ്ടാവും. സാഞ്ചിയാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിച്ച് വീണ്ടും ഡോക്ടർ വേഗോഫ് പങ്കിനെ ഉയർത്തിയെടുക്കും. അത് കണ്ട നമ്മുടെ ലൂഫി അവന് കൺട്രോൾ പോയി ജയന്റായി മാറി കിസറുവിനെയും ആ എൽഡറിനെയും ഓരോരോ കൈകളിലായിട്ട് ചുരുട്ടിയെടുക്കുകയാണ്. ഡോക്ടർ ആണെങ്കിൽ അവസാനമായിട്ട് ലൂഫിയുടെ ബാക്ക് പൊസിഷൻ അതൊന്ന് കാണും. അവിടെ വെച്ച് ഡോക്ടറിന്റെ കഥ കഴിയുകയാണ്. മീറ്ററിലെ ലൈൻ ആണെങ്കിൽ ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് ഓടും. അതെ, ഡോക്ടർ ആള് മരണപ്പെട്ടു. ഡോക്ടർ വേഗോഫ് പങ്ക് മരിക്കുന്ന അതേ സമയം തന്നെ ലാബിൽ ഒരു വീഡിയോ ഓപ്പൺ ആവുകയാണ്. ലോകത്തോട് അദ്ദേഹം പറയാൻ ബാക്കി വെച്ച ആ ഒരു വലിയ സത്യം അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.